കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് അധികം മാധ്യമങ്ങളൊന്നും വാർത്തയാക്കാതെ പോയ ഒന്നുണ്ടായിരുന്നു. ഒരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. എന്താണ്? CAPF ബില്ല്. CAPF എന്ന് പറയുമ്പോൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്. നമ്മുടെ രാജ്യത്തെ രണ്ട് തരത്തിലുള്ള പോലീസ് ഫോഴ്സ് ആണ് ഉള്ളത്. അതിൽ ഒന്ന് സംസ്ഥാന പോലീസ് ഫോഴ്സും മറ്റൊന്ന് സെൻട്രൽ പോലീസ് ഫോഴ്സും. സെൻട്രൽ പോലീസ് ഫോഴ്സ് ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSF, CRPF, CISF, ITBP, SSB, NSG തുടങ്ങിയവയെല്ലാം ഈ സെൻട്രൽ ഫോഴ്സിന്റെ കീഴിലാണ് വരുന്നത്. ഇവിടെ ഈ പോലീസിന്റെ, അതായത് സംസ്ഥാനത്തിന്റെ ആയാലും കേന്ദ്രത്തിന്റെ ആയാലും ഒക്കെ പോലീസ് സേനയിലെ കൃത്യമായ ഒരു നടപടിയോ ചട്ടക്കൂടോ ഇല്ല. നമുക്ക് അതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതില് ഈ ഒരു വ്യക്തി 22 വർഷം തൊട്ട് 25 വർഷം വരെ പോലീസ് സേനയിൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഈ സർവീസ് കാലയളവിൽ ലഭിക്കുന്നത് ആകെ 2 പ്രൊമോഷൻ മാത്രമാണ്. മിക്കവാറും ഒക്കെ അദ്ദേഹത്തിന് ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ റിട്ടയർ ചെയ്യാൻ കഴിയും. അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. ഇനി ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, അതായത് DYSP റാങ്കിലേക്ക് ഉള്ള ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് ഒരു 33 വർഷത്തിനധികം സർവീസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു DIG ഒക്കെ ആകാൻ കഴിയുമായിരിക്കും. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കുറച്ചാണ്. ഈ ഒരു പ്രത്യേകത ഈ സെൻട്രൽ ഫോഴ്സിനുണ്ട്. പക്ഷെ സെൻട്രൽ ഫോഴ്സിന്റെ എല്ലായിടത്തും അതില്ല. CRPFലൊക്കെ കൃത്യമായി തന്നെ ഒരേ കാലയളവിൽ തന്നെ, അതായത് ഈ പറയുന്ന 22 to 25 വർഷം CRPFലും മറ്റുമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ 4 സ്ഥാനക്കയറ്റങ്ങൾ, 4 പ്രൊമോഷൻ ഉണ്ടാകും. മറ്റിടത്ത് സംസ്ഥാന പോലീസിലൊക്കെ അത് 2 ഉള്ളൂ. ഇവിടെ 4ലേക്ക് ഉയരുന്നുണ്ട്. അതിൽ കൂടുതൽ വർക്ക് ചെയ്ത് 5ാമത്തെ ഒരു പൊസിഷനിലേക്ക് എത്താൻ കഴിയും. AC നിന്ന് ഡെപ്യൂട്ടി കമാൻഡിൽ നിന്നും IG ഒക്കെ ആകുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ പല പോലീസ് സേനയിലും പല രീതിയിലാണ് പോകുന്നത്. അതിൽ ചില ആളുകളൊക്കെ പറയുന്നു, അല്ലെങ്കിൽ പോലീസ് സേനയിലുള്ള ചിലരൊക്കെ തന്നെ പറയുന്നു, ഈ IPS ഉദ്യോഗസ്ഥർ എന്തിനാണ് തങ്ങളുടെ മേലധികാരികളായിട്ട് വരുന്നത് എന്ന് ചില സെൻട്രൽ ഫോഴ്സുകളും മറ്റുമൊക്കെ പറയുന്നതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൂടി വിശദീകരിച്ചുകൊണ്ടാണ് ഈ ബില്ല് വരുന്നത്. ഞാനിത് പറയുന്നതിന്റെ കാരണം ഈ ബില്ല് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന്റെ ഒരു വിശദീകരണമാണ്. ഒരു കോൺസ്റ്റബിളിന്റെ അവസ്ഥ, ഒരു പോലീസിൽ നിയമനം ലഭിച്ചു കഴിയുന്ന കോൺസ്റ്റബിൾമാർ 90% പേർക്കും അവരുടെ കരിയറിൽ 2 തവണ മാത്രമാണ് പ്രൊമോഷൻ കിട്ടുന്നത്. അതിൽ കേവലം 10% പേർക്ക് മാത്രമാണ് SI ആകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ലക്ഷക്കണക്കിനുള്ള സൈനികരുള്ള CRPFലും BSFലും ഒക്കെ മിക്ക സൈനികർക്കും ഈ പ്രൊമോഷൻ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തലപ്പത്തൊക്കെ IPSകാർ വരുന്നതിന് ഇവർ ഇഷ്ടപ്പെടുന്നില്ല. CISFലും ഒക്കെ IPSകാർ വരുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 312 പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സൃഷ്ടിച്ച ഒരു അഖിലേന്ത്യാ വകുപ്പാണ്, സർവീസാണ് IPS. ഈ IPS ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വർഷങ്ങളോളം ഈ മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഇടപഴകുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റുമൊക്കെ മാനസിക നില, അവരുടെ ജോലിയുടെ പ്രവർത്തന പരിചയം ഇതെല്ലാം കണ്ടു മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളെയാണ് ഇത്തരത്തിലുള്ള മറ്റു സേനകളുടെ തലപ്പത്തേക്ക് അയക്കാറുള്ളത്. അതുകൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് കൂടുതലാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തം. ഏതായാലും ഇപ്പോൾ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഈ ഏകീകരിച്ചിട്ട്, ഇത് പ്രൊമോഷൻ സംവിധാനങ്ങളായാലും ഇപ്പൊ പോലീസ് സേന, നമ്മുടെ സംസ്ഥാന പോലീസ് സേന വളരെ കുറച്ച് എണ്ണം മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ ദശലക്ഷക്കണക്കിന് വരുന്ന CRPFന്റെയും BSFന്റെയും ഒക്കെ ഉള്ള സൈനികരുണ്ട്, ഇല്ലെങ്കിൽ ആ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ സമയബന്ധിതമായി പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് നാളിതുവരെ നമ്മുടെ പോലീസ് സേനയിൽ ഒരു കൃത്യത ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് CAPF, അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവന്നിരിക്കുന്നു. ഒരു നിശ്ചിത കാലയളവിൽ, അതിൽ എല്ലാ വർഷവും ഈ പ്രൊമോഷന് വേണ്ടവരുടെ ലിസ്റ്റ് പരിശോധിക്കുകയും അത് കൃത്യമായി നൽകുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. റിക്രൂട്ട്മെന്റിന്റെ രീതികൾ, സേവന വ്യവസ്ഥകൾ, കേഡർ മാനേജ്മെന്റ് എന്നിവ ഏകീകൃതവും സുതാര്യവുമാക്കുന്നുണ്ട്. എല്ലാ വർഷവും കൃത്യമായി തന്നെ ഇത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിലേക്ക് അത് മുൻപോട്ട് കൊണ്ടുവന്ന ഒരു ചട്ടക്കൂടാണ് ഇത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാളിതുവരെ പ്രൊമോഷന് ഉള്ള ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പലതിലും ഇല്ലായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഈ ബില്ല് വെളിവാക്കുന്നുണ്ട്. ഈ ബില്ല് വന്നപ്പോൾ തന്നെ അത് വലിയ കയ്യടിയോട് കൂടി തന്നെയാണ് ഈ സേനാ വിഭാഗങ്ങൾ അതിനെ സ്വീകരിച്ചതും. നമുക്ക് ലളിതമായി പറഞ്ഞാൽ, ഒരു പോലീസ് കോൺസ്റ്റബിളായി ജോലിക്ക് കയറുന്ന ഒരാൾ അയാളുടെ 22 to 25 വർഷം സർവീസ് പൂർത്തിയാക്കുമ്പോഴേക്കും അദ്ദേഹം ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടോ ഇല്ലെങ്കിൽ SIയുടെ തൊട്ട് താഴത്തെ ഒരു തസ്തികയായിട്ടോ ഒക്കെ റിട്ടയർ ചെയ്യേണ്ടതായി വരും. ഒരു 10% പേർക്ക് മാത്രമാണ് SI എന്നൊരു പ്രൊമോഷനിലേക്ക് എത്താൻ കഴിയുന്നത്. ഇത് മാറണം, ഈ സിസ്റ്റം മാറണം. കാരണം ഈ കേന്ദ്ര ആംഡ് ഫോഴ്സിലും മറ്റുമൊക്കെ ആണെങ്കിൽ അയാളുടെ സർവീസ്, അതായത് 22 to 25 വർഷം വരെയൊക്കെ സർവീസ് ചെയ്യുന്നവർക്ക് 4 പ്രൊമോഷൻ വരെയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് മാറണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, IPS ഉദ്യോഗസ്ഥരെ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ കാരണവും ഈ ബില്ല് വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അതായത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഈ പോലീസ് സംവിധാനത്തിൽ, പോലീസ് സേനയിൽ
പ്രൊമോഷൻ കൊടുക്കുന്നതിനും മറ്റുമൊക്കെ മറ്റു പല മാനദണ്ഡങ്ങളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതിന് കൃത്യമായ ഒരു നിയമം വന്നിരിക്കുന്നു. എല്ലാ വർഷവും അത് പരിശോധിക്കുകയും കൃത്യമായി തന്നെ ആ ഉദ്യോഗസ്ഥർക്ക് അത് ലഭ്യമാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പോലീസ് തന്നെ അടിമുടി മാറ്റി എഴുതിയിരിക്കുന്നു അമിത്ഷാ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.